നമസ്കാരം. താരങ്ങളുടെ തനിനിറം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താരങ്ങൾക്കെതിരെ ഓരോ ദിവസവും കൂടുതൽ പേർ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് പ്രതിസന്ധിയിലാക്കുന്നത് മലയാള സിനിമയെ മാത്രമല്ല, സർക്കാരിനെ കൂടിയാണ്. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള എം മുകേഷ് MLA-ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണിപ്പോൾ കേസെടുത്തിട്ടുള്ളത്. വാർത്താരംഭം തുടങ്ങുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ലൈംഗികാതിക്രമ പരാതികളിൽ കൂടുതൽ നടന്മാർ കുരുക്കിൽ. മുകേഷ്, ജയസൂര്യ, മണിയംപിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെ കേസ്. മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ്. സിദ്ദിഖിനെതിരായ പരാതിയിൽ യുവനടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിവാകും. ബി ഉണ്ണികൃഷ്ണനെ മാറ്റുന്നതിൽ സർക്കാർ തീരുമാനമെടുക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഇന്ന് ഹൈക്കോടതി. മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ തുടർ നടപടികളുമായി പോലീസ്. പരാതിക്കാരൻ അനിൽ അക്കരയുടെ മൊഴി ഇന്നെടുക്കും. സുരേഷ് ഗോപിയുടെ പരാതിയിലും അന്വേഷണം. വയനാട് പുനരധിവാസത്തിൽ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം വൈകിട്ട്. പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. കേന്ദ്ര സംഘം ദുരിതബാധിത മേഖലയിൽ. വിലങ്ങാട് നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ സന്ദർശനം. അർജുനായുള്ള തെരച്ചിൽ കർണാടക സർക്കാർ പുനരാരംഭിക്കുന്നു. കാർവാറിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കും. ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കും. ചിലവ് പൂർണ്ണമായും കർണാടക സർക്കാർ വഹിക്കും. കൊൽക്കത്തയിലെ ബലാത്സംഗക്കൊല രാഷ്ട്രീയായുധമാക്കി BJP. ബന്ദിന് പിന്നാലെ 7 ദിവസത്തെ ധർണ. സമരക്കാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിലും വ്യാപക പ്രതിഷേധം. വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി. ഗുജറാത്തിൽ ദുരിതം വിതച്ച് കനത്ത മഴ. മരണം 28. കനത്ത മഴയിൽ ഡൽഹിയിൽ വ്യാപക വെള്ളക്കെട്ട്. എറണാകുളം സ്വദേശിയായ നടി നൽകിയ ലൈംഗികാതിക്രമ പരാതിയിൽ കൊല്ലം MLA എം മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. നടന്മാരായ ജയസൂര്യ, മണിയംപിള്ള രാജു, ഇടവേള ബാബു, കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. കേസ് എടുത്തതോടെ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ മുകേഷ് പദവി ഒഴിയണം എന്ന് ആവശ്യപ്പെട്ടു. രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളായ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും പ്രതികരിച്ചു. സിദ്ദിഖിനെതിരായ പരാതിയിൽ യുവനടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കേസെടുത്ത സാഹചര്യത്തിൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിവാകും. വിനയനും ആഷിഖ് അബുവും കടുത്ത വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ നയരൂപീകരണ സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ മാറ്റുന്നതിൽ സർക്കാർ തീരുമാനം ഉണ്ടാകും. അതിനിടെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവാവ് രംഗത്തു വന്നിട്ടുണ്ട്. ലൈംഗിക ആരോപണം നേരിടുന്ന സംവിധായകൻ VK പ്രകാശ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. സർക്കാർ നമ്മളോട് നിന്നും SIT വളരെ നമ്മളോട് 10 മണിക്കൂറോളം എൻ്റെ കൂടെ ഇന്ന് മൊഴിയെടുക്കുകയും തെളിവുകൾ കാണുകയും വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഫോൺ ചെയ്ത് സംസാരിക്കുകയും എല്ലാം വളരെ കൃത്യമായിട്ട് അവർ മൊഴിയെടുത്തുകൊണ്ട് അവർക്കെതിരെ ഇത് സത്യസന്ധമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ അവർ ഇന്നലെ FIR ഇട്ടത്. അപ്പം ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. ഇതിൽ രാഷ്ട്രീയത്തിനൊന്നും യാതൊരു ഇൻഫ്ലുവൻസും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിയമത്തിന്റെ ലുക്ക് ഹോൾസ് എല്ലാം അടച്ചുകൊണ്ട് തന്നെയാണ് അവർ FIR ഇട്ടത്. വളരെ വേഗത്തിൽ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു തോന്നൽ ഈ ഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും എനിക്ക് വളരെ ഈ അവസരത്തിൽ ഞാൻ സർക്കാരിനോട് എടുത്തെടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സത്യം ഞങ്ങൾ തുറന്നു പറയാൻ ഒരു അവസരം ഒരുക്കി തന്ന പിണറായി സാറിനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ സങ്കടങ്ങൾ വന്ന് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായ SIT അതായത് DIG മാഡത്തിനും
SP മാഡത്തിനും പൂങ്കുഴലി മാഡത്തിനും അവർക്കൂടെ വന്ന എല്ലാവർക്കും സിമി മാഡത്തിനും ഇന്ദു മാഡത്തിനും എല്ലാവരോടും ആനി മാഡത്തിനും എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഇത് വലിയൊരു നല്ലൊരു സമൂഹമാണ് ഇനി നാളേക്ക് ഉണ്ടാകാൻ പോകുന്നതിന് ഒരു വലിയൊരു ഉദാഹരണമാണ് ഇന്നലെ ഇവിടെ വന്ന് ഈ മൊഴിയെടുത്തതും അവർക്കെതിരെ FIR ഇട്ടതും. കാരണം അവർ നിയമം വളരെ സത്യസന്ധമായിട്ട് അവരെടുത്തു. അവിടെ ഈ കുറ്റം ചെയ്തവർ വമ്പനാണോ മുതലാളിയാണോ സെലിബ്രിറ്റിയാണോ അതൊന്നും അവർ നോക്കാതെ നിയമത്തിന്റെ സത്യസന്ധത അവർ നോക്കി കേസിട്ടതാണ്. അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ഇൻഫ്ലുവൻസും ഇവിടെ ഉണ്ടാകാതെ തന്നെ അവര് വളരെ കൃത്യമായിട്ട് ഈ കേസെടുത്തതിൽ എനിക്ക് നീതി കിട്ടി. ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. കാരണം 13 വർഷമാണ് ഞാൻ എൻ്റെ ഉള്ളിൽ നീതി കൊള്ളുക. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഷെയർ ചെയ്ത് ആരും അത് അംഗീകരിക്കത്തില്ല, വിശ്വസിക്കത്തില്ല. ഇനി അതല്ല നമ്മളിനി എല്ലാവരോടും പറഞ്ഞാൽ ഇനി ഏത് രീതിയിൽ അത് തിരിച്ചടി ഉണ്ടാവും, നമ്മളെ ഉപദ്രവിക്കാൻ. നമ്മൾ ഒരുപക്ഷെ ഇങ്ങനത്തെ ഇത്രയും വലിയ ക്രൂരന്മാരായ ഈ മനുഷ്യര് നമ്മളെ ചിലപ്പോൾ ഭൂമിയിൽ തന്നെ ഇല്ലാണ്ടാക്കും അതൊരവസ്ഥയായിരുന്നു. ആ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴത്തെ നമ്മുടെ കേരള സർക്കാരിന്റെ ഇതിൽ എനിക്ക് മനസ്സിലായി നമ്മൾ സ്ത്രീകൾ സേഫാണ്. സ്ത്രീകൾക്ക് എല്ലാ രീതിയിലും ഇന്ന് സർക്കാർ സ്ത്രീകളുടെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ FIR ഇട്ടതോടുകൂടി ആത്മവിശ്വാസം ഉണ്ടായത്. ഇത്രയും വർഷത്തിൽ ഞാൻ 2008 തൊട്ട് 2012 വരെയാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിൽ ഞാൻ അന്നും പ്രതികരിച്ചായിരുന്നു. അന്ന് കേരള കൗമുദി ഒരു ആർട്ടിക്കിളും ഇട്ടിരുന്നു. അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാളം ഫിലിം വിടുന്നു എന്നുള്ള ഒരു ആർട്ടിക്കിളൊക്കെ വന്നിട്ട് പോലും അന്ന് ആരും ഒരു ചെറുപേരിൽ പോലും അനക്കാനുള്ള ഒരു ആർജവം ആർക്കും ഉണ്ടായില്ല. എന്നെ ആരും വിളിച്ച് എന്താണ് മിനുവിനുണ്ടായ അബ്യൂസ് എന്ന് ചോദിക്കാൻ പോലും ആരും റെഡിയായിരുന്നില്ല. പക്ഷെ അന്നത്തെ ഒരു മീഡിയ അല്ല ഇന്നത്തെ മീഡിയ, അന്നത്തെ സർക്കാരുമല്ല ഇന്നത്തെ സർക്കാർ. അപ്പൊ അതുകൊണ്ട് അന്നെന്ന് വെച്ചാൽ ഭയങ്കര പൊളിറ്റിക്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. അന്ന് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് നീതി നടപ്പാക്കാൻ പറ്റാത്ത രീതിയിലുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം അവർ നിസ്സഹായരായിട്ട് ഹെൽപ്ലെസ് ആയിട്ട് അവർ ഇരകളോട് അവർക്ക് സഹതാപം തോന്നിയിരിക്കേണ്ട ഒരു അവസ്ഥ വരെ മേലുദ്യോഗസ്ഥന്മാർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ന് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും മേലുദ്യോഗസ്ഥർക്കും നിയമത്തിന്റെ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും വളരെ സ്വതന്ത്രമായിട്ട് തന്നെ അവർ പഠിച്ച അവരുടെ നിയമം അതിന്റെ രീതിയിൽ അവരൊന്ന് വളരെ സ്വതന്ത്രമായിട്ട് തന്നെ ആ ഏത് IPC നമ്പർ വേണം എന്നുള്ള ഇടാനുള്ള ധൈര്യം എല്ലാവർക്കും കിട്ടി. അതുപോലെ തന്നെ സർക്കാരും അവർക്ക് എല്ലാ പിന്തുണയും എല്ലാ സപ്പോർട്ടും ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കിയതെങ്കിലും അത് ഞങ്ങൾക്കെന്നല്ല, ഫിലിം ഫീൽഡെന്നല്ല, ഏത് ഫീൽഡിലായിക്കോട്ടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും നീതി ലഭിക്കുന്ന രീതിയിലാണ് ഇന്ന് സർക്കാർ നമ്മളോട് ഒപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു നല്ലൊരു സമൂഹം, ഒരു ശുദ്ധികലാശമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉളവാക്കിയത്. അതിന്റെ എക്സാമ്പിൾ തന്നെയാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു രാത്രിയിലാണ് ഞാൻ ഇത് പോസ്റ്റ് ഇട്ടത്. ഞാൻ സ്വയം എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് മീഡിയ വീട്ടിൽ വന്ന്, അത്ര ആർജവത്തോടെ മീഡിയ അത്ര സത്യസന്ധമായ നീതിക്ക് വേണ്ടി അവര് ആരായാലും, കാരണം മീഡിയയ്ക്ക് ഇങ്ങനെ വമ്പന്മാരൊന്നുമില്ല, അവർ എപ്പോഴും നീതിയുടെ സൈഡാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചാനൽസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി കുറെ പേര് സത്യമല്ലാത്ത കാര്യങ്ങളൊക്കെ ചുമ്മാ യൂട്യൂബിൽ അങ്ങനെ കാശ് കിട്ടാൻ വേണ്ടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുറെ പേര് ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കെതിരെയും ആക്ഷൻ എടുക്കാമെന്ന് ഇന്നലെ DIG മാഡം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ തുടരുക തന്നെയാണ്. നീതി ലഭിക്കണം എന്നാണ് ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങാത്തതുകൊണ്ട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട താരങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ്, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, അതോടൊപ്പം തന്നെ VV അരുൺ എന്നിവർ ആണ് ചേരുന്നത്. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ഏറ്റവും കൂടുതൽ പരാതികൾ ഉയരുന്നതിൽ എറണാകുളം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, ഈ 2 ജില്ലകളിൽ നിന്നാണ് ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നത്. ഏത് തരത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? എന്താണ് വിവരങ്ങൾ?
രഞ്ജിത്ത്, അഭിലാഷ്, തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള നടപടികൾ അത് പ്രധാനമായും വഞ്ചൂർ കോടതിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് വഞ്ചൂർ കോടതിയെ സമീപിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ അറസ്റ്റ് എന്ന ഒരു കാര്യം മുന്നിൽ നിൽക്കുകയാണ്. മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. 16-ലധികം പരാതികൾ, വിവിധ ജില്ലകളിൽ നിന്നായി 16-ലധികം പരാതികൾ വരുന്നുണ്ട്. അതത് സ്റ്റേഷനുകൾ തന്നെ ഈ പരാതികൾ രജിസ്റ്റർ ചെയ്ത് തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇന്നലെ ഈ പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. അജിത ബീഗം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയ കാര്യം അതാണ്. അതായത് ലോക്കലി തന്നെ ആളുകൾക്ക് പരാതി കൊടുക്കാം, പ്രാദേശികമായി ഈ പരാതി ഉള്ളവർക്ക് അവരുടെ അടുത്ത സ്റ്റേഷനുകളിൽ കൊടുക്കാം. ആ നിലയ്ക്കുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. സിദ്ദിഖിനെതിരെയുള്ള എഫ്ഐആർ, അതോടൊപ്പം തന്നെ ജയസൂര്യക്കെതിരെ, മുകേഷിനെതിരെ തുടങ്ങി പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ എല്ലാം തന്നെ എഫ്ഐആറുകൾ വരുന്നുണ്ട്. ആദ്യം തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ ഈ അറസ്റ്റിലേക്ക് നീളും എന്ന വിവരം തന്നെയാണ് വരുന്നത്. ഏതാണ്ട് നടി ആക്രമിക്കപ്പെട്ട സമയത്ത് നടൻ ദിലീപ് അറസ്റ്റിലായതിന് സമാനമായ രീതിയിൽ, ഒരുപക്ഷെ ദിലീപ് നേരിട്ട് അതിൽ, അതായത് ഈ നടിയെ ഉപദ്രവിച്ച സംഘത്തിൽ ദിലീപ് ഉണ്ടായിരുന്നില്ല, അതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു, ദിലീപിന്റെ നിർദ്ദേശപ്രകാരം ആ കുറ്റകൃത്യം നടന്നു. അങ്ങനെ ആയിട്ട് പോലും ദിലീപിന് റിമാൻഡിൽ കഴിയേണ്ടി വന്നു. ഏതാണ്ട് 90 ദിവസത്തോളം ജയിലിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ വ്യത്യസ്തമാണ്, പലരുടെയും ദേഹോദ്രവം ചെയ്തു എന്നതാണ്. ഇപ്പോൾ കൊച്ചിയിലെ പരാതിയിൽ ജയസൂര്യയും അതോടൊപ്പം തന്നെ മുകേഷും ഒക്കെ ശാരീരികമായി ആക്രമിച്ചു എന്ന പരാതി, തിരുവനന്തപുരത്തെ യുവനടി സിദ്ദിഖിനെതിരെ നൽകിയ മൊഴിയും അങ്ങനെ തന്നെയാണ്. ഇന്നലെയാണ് ആ മൊഴി നൽകിയത്. ക്രൂര പീഡനമാണ് തനിക്കെതിരെ നടന്നത്, ബലാത്സംഗം ചെയ്തു എന്ന കാര്യം ആവർത്തിച്ച് ആ യുവനടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശാരീരികമായി തന്നെ നേരിട്ട് ഈ സ്ത്രീകളെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവ സ്വഭാവം വലുതാണ്. ഇത് അറസ്റ്റിലേക്ക് നീങ്ങും എന്ന സൂചനകൾ വരുന്നുണ്ട്. വളരെ വൈകാതെ തന്നെ ഇതിന്റെ മൊഴിയെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി ഒരുപക്ഷെ പ്രതിസ്ഥാനത്തുള്ളവരിൽ നിന്ന് വിശദീകരണം, അവരുടെ മൊഴി കൂടി എടുക്കാനുള്ള സാധ്യത, അവരുടെ പരാതികളുണ്ട്, പലരും പരാതി നൽകിയിട്ടുണ്ട്. സിദ്ദിഖ് അടക്കം സ്വന്തം നിലയ്ക്ക് അവരും പരാതി നൽകിയിട്ടുണ്ട്. ഗൂഢാലോചനയാണ് എന്ന കാര്യം കൗണ്ടർ പെറ്റീഷൻ എന്ന നിലയ്ക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കൂടി കേട്ട് ഒരുപക്ഷെ തുടർ നടപടി, ഏതായിരുന്നാലും മുൻകൂർ ജാമ്യത്തിനുള്ള നടപടികളുമായി താരങ്ങൾ അല്ലെങ്കിൽ ഈ സംവിധായകർ ഒക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അഭിലാഷ്, അതാണ് വലിയ പ്രതിസന്ധിയിലാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. താരങ്ങളെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കുന്ന ബലാത്സംഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ആണ് താരങ്ങൾക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത്തരം കേസുകൾ, അതിൽ നിന്ന് എങ്ങനെ തലയൂരാം എന്നത് സംബന്ധിച്ച ശ്രമങ്ങൾ ആണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ആണ് ചുമത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. സിദ്ദിഖ്, VK പ്രകാശ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയമായി ഇത് സർക്കാരിനെയും വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന പശ്ചാത്തലമാണുള്ളത്. VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഇതിലിപ്പോൾ പല താരങ്ങൾക്ക് നേരെയും ആരോപണമുണ്ട് എങ്കിലും സർക്കാരിനെ ഉലയ്ക്കുന്നത് മുകേഷിനെതിരായ ആരോപണമാണ്. മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പടക്കം ചുമത്തുന്ന പശ്ചാത്തലത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണല്ലോ. എത്രത്തോളം ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാരിന് സാധിക്കും അരുൺ? മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് CPM ഇതുവരെയും കടന്നിട്ടില്ല. CPM-ന്റെ MLA ആണ് മുകേഷ്. ഇന്ന് 10 മണിയോടുകൂടി ഇടതുമുന്നണി കൺവീനർ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പാർട്ടി നിലപാട് അദ്ദേഹം പറയും. നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. മറ്റന്നാൾ സംസ്ഥാന സമിതിയും ചേരുന്നു. ഈ യോഗങ്ങളിലും സ്വാഭാവികമായും ഈ വിഷയം ഉയർന്നു വരും. സർക്കാരിനെ ഒരുപക്ഷെ വലിയ നേട്ടമാക്കി മാറ്റാവുന്ന ഒരു വിഷയമായിരുന്നു ഹേമ കമ്മിറ്റി. രാജ്യത്ത് തന്നെ സിനിമാ മേഖലയിൽ ഇത്തരമൊരു കമ്മിറ്റി ആദ്യമാണ്. അതും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ താരങ്ങൾ, നടിമാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു കമ്മിറ്റി, അത് വലിയ രാഷ്ട്രീയ നേട്ടമായി മാറ്റാവുന്ന സാഹചര്യം സർക്കാരിനുണ്ടായിരുന്നു. അവിടെ സർക്കാരിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്, ആദ്യം പൊതുവിലയിരുത്തപ്പെട്ടത് വലിയ താരങ്ങളൊക്കെ അവരുടെ പേരുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അത് ഈ വ്യവസായം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് സർക്കാർ ഒന്ന് പിൻവലിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാനൊക്കെ വൈകിയെന്ന വിലയിരുത്തുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് 2 MLA-മാർ, ഭരണപക്ഷ MLA-മാർ മലയാളത്തിലെ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളാണ് മുകേഷും KB ഗണേഷ് കുമാറും. ഈ താരങ്ങൾക്കെതിരെയും ഏതെങ്കിലും ആരോപണമുണ്ടെങ്കിൽ സ്വാഭാവികമായും സർക്കാരിന് ആർക്കെതിരെയൊക്കെയാണ് ആരോപണം ഉണ്ടായിരുന്നതെന്ന് ആദ്യം തന്നെ വ്യക്തമായിരുന്നതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസും സാംസ്കാരിക വകുപ്പുമൊക്കെ നേരത്തെ തന്നെ 2019 തന്നെ ഈ റിപ്പോർട്ട് പരിശോധിച്ചിട്ടുണ്ടാകണം.
അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്ന ഒരു വിമർശനമാണ് പ്രതിപക്ഷം ഇതിനുശേഷം ഉന്നയിച്ചത്. ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമുള്ള സർക്കാരിന്റെ മെല്ലെപ്പോക്കും വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. ചില ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് കൊടുത്തത് ആ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അതൊക്കെ വസ്തുതയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് എം മുകേഷിനെതിരെ തുടർച്ചയായി ഉയരുന്ന ഈ ആരോപണങ്ങൾ. മറ്റു വഴികളില്ലാതെ സർക്കാർ മുകേഷിനെതിരെയും കേസെടുത്തു. കാരണം മുകേഷിനെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു വഴിയും സർക്കാരിന്റെ പക്കലില്ല. അത് സർക്കാർ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഏത് ഉന്നതരായാലും നടപടിയായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞതുപോലെ കേസെടുത്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു സ്ത്രീ പീഡന പരാതിയിൽ പ്രതിയായ ആൾക്കെതിരെ കേസ് വരുമ്പോൾ എന്താണ് സർക്കാർ ചെയ്യേണ്ടത്? അയാൾ രാജിവെക്കണമെന്ന ആവശ്യം ഇതിനകം ഉയർന്നു വന്നു കഴിഞ്ഞു. അവിടെ സർക്കാരിനൊരു താങ്ങാകുന്നത് അല്ലെങ്കിൽ സർക്കാരിന് ഒരു ആശ്വാസമാകുന്നത്, CPM-ന് ആശ്വാസമാകുന്നത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കാര്യമായി ഈ വിഷയത്തിൽ ഒരു സമ്മർദ്ദം, മുകേഷ് രാജിവെക്കണമെന്ന ഒരു സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം മുകേഷ് രാജിവെക്കുന്നെങ്കിൽ അത് തീരുമാനമാണെന്ന് പ്രതികരണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പക്ഷേ ഇന്ന് പ്രതിപക്ഷത്തിന്റെ ആ ഒരു നിലപാട് മാറും. നേരത്തെ 2 MLA-മാർ സമാനമായ കേസുകളിൽ സിനിമാ മേഖല അല്ല എന്ന് മാത്രമേ ഉള്ളൂ. വിൻസെന്റും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയിലും രണ്ടുപേരും സമാനമായ കേസുകളിൽ വിചാരണ നേരിടുന്നവരാണ്. ഇതിലൊരാൾ വിചാരണ തടവുകാരനായി ജയിലിൽ കിടന്നയാളുമാണ്, റിമാൻഡായി ജയിലിൽ കിടന്നയാളുമാണ് വിൻസെന്റ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനെതിരെ അരുൺ സൂചിപ്പിക്കുന്നത് പോലെ, അതായത് പ്രതിപക്ഷ MLA-മാർക്കെതിരെ അടക്കം ഇത്തരം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവർ രാജിവെച്ചില്ലല്ലോ എന്ന പ്രതിരോധം തീർക്കാൻ സാധിക്കുമ്പോൾ പോലും അരുൺ, ഇതിലൊരു വ്യത്യാസമുള്ളത് ഈ പറഞ്ഞ 2 MLA-മാരുമായി ബന്ധപ്പെട്ട പരാതികളിൽ അത് ബലാത്സംഗമായിരുന്നോ, പീഡനമായിരുന്നോ, ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധമായിരുന്നോ എന്നതൊക്കെ സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളും അതോടൊപ്പം തന്നെ കോടതി നടപടികളും ഒക്കെ തുടരുന്നുണ്ട്. പക്ഷേ മുകേഷിനെതിരെ ഒന്നിലധികം ആളുകൾ രംഗത്തെത്തുന്നു. അവസരങ്ങൾ ഉൾപ്പെടെ ഇത്തരം വഴങ്ങാത്തതിൻ്റെ പേരിൽ നിഷേധിക്കപ്പെട്ടു എന്ന ആരോപണം നിലനിൽക്കുന്നു. മറ്റു ചിലരെ ബലാത്സംഗം ചെയ്യുകയാണ് ചെയ്തത് എന്ന ആരോപണം നിലനിൽക്കുന്നു. അപ്പോൾ ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് ദുർബലമായ വാദമാണ് ഉന്നയിക്കാൻ പറ്റുന്നത് എന്നതിനോടൊപ്പം നിരവധി സ്ത്രീപക്ഷ ചിന്താഗതിക്കാർ സർക്കാരിനോട് രാജി ആവശ്യപ്പെടുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസമാണല്ലോ സാറാ ജോസഫ്, KR മീര ഉൾപ്പെടെയുള്ളവരൊക്കെ മുകേഷ് തുടരാൻ പാടില്ല എന്ന തരത്തിൽ ആവശ്യവുമായി രംഗത്ത് വന്നത്. തീർച്ചയായും അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതുവരെ സർക്കാരിന് അത്തരത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു കടുത്ത സമ്മർദ്ദമില്ലാത്തതും അതുപോലെ തന്നെ ഈ മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിനെ തീരുമാനിക്കട്ടെ എന്ന ഒരു നിലപാടുമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇനി അത്ര എളുപ്പമല്ല. കാരണം മുകേഷിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും തിരക്കിട്ട അറസ്റ്റിലേക്ക് പോകില്ലെങ്കിലും അതിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടാകും. ഒരു CPM-ന്റെ MLA ഒരു സ്ത്രീപീഡന കേസ്, അതും സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഉണ്ടാകുന്ന സംഭവവികാസങ്ങളുടെ പേരിൽ ജയിലിൽ പോകുന്നത് CPM-ന് വലിയ നാണക്കേടുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ചും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലൊക്കെ സർക്കാരിന്റെ ഇടപെടലുകൾ ആ രീതിയിൽ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടി നയിക്കുന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ MLA ഇത്തരത്തിൽ ഒരു ലൈംഗിക പീഡന പരാതി എന്നതിനപ്പുറത്തേക്ക് നിരവധി സ്ത്രീകളെ അത്തരത്തിൽ ദുരുപയോഗം ചെയ്തു. അത് അധികാരവും അല്ലെങ്കിൽ ആ സിനിമാ മേഖലയിലെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തു എന്ന് അത് വാർത്ത വരുന്നത് CPM-നെ ചെറിയ രീതിയിൽ നിന്നുമാകില്ല ബാധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും വയനാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ചേലക്കരയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അധികം അകലെയല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ വരും. ഈ സാഹചര്യത്തിൽ CPM-ന് അത്ര എളുപ്പം മുകേഷിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അതുകൊണ്ടാണ് നാളത്തെ നേതൃയോഗങ്ങൾ വളരെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും വളരെ നിർണായകമാകുന്നത്. CPM-ന്റെ വനിതാ നേതാക്കൾ പോലും കഴിഞ്ഞ ദിവസം ദേശീയ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. ആരായാലും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് CPM-ന്റെ വനിതാ സംഘം രംഗത്ത് വന്നത്. DYFI-യും പ്രത്യക്ഷമായി മുകേഷ് മാറണമെന്ന് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഈ രൂപത്തിൽ എല്ലാവരും കുറ്റക്കാരെല്ലാവരെയും ശിക്ഷിക്കണമെന്ന നിലപാട് DYFI സ്വീകരിച്ചു. AYF കടുത്ത നിലപാടാണ് കുറെ ദിവസങ്ങളായി സ്വീകരിക്കുന്നത്. ബിനോയ് വിശ്വവും CPI-യുടെ സംസ്ഥാന നേതൃത്വവും ഇതുവരെയും മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ആ രൂപത്തിൽ ഉന്നയിച്ചിട്ടില്ല. പക്ഷെ അവിടെയും അത്തരം ചർച്ചകൾ നടക്കുന്നതാണ് ലഭിക്കുന്ന സൂചന. ചുരുക്കത്തിൽ CPM-ൽ കൂടുതൽ സമ്മർദ്ദമേറുകയാണ്. മുകേഷ് രാജിവെക്കണം എന്നതിലേക്ക് തന്നെ പ്രതിപക്ഷ MLA-മാർ ഇത്തരമൊരു കേസ് വന്നപ്പോൾ എന്തു ചെയ്തു? നേരത്തെ ഇടതുപക്ഷത്തോണ്ടായിരുന്നപ്പോൾ ജോസ് തെറ്റേലിനെതിരെ സമാനമായ ഒരു ആരോപണം, ലൈംഗിക പീഡന പരാതി ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നപ്പോൾ അന്ന് എന്തു ചെയ്തു എന്നുള്ളതിൽ നിന്നും കടിച്ചു തൂങ്ങാതെ മുകേഷ് മാറി നിൽക്കണം. അതാണ് സർക്കാരിന്
നേട്ടമായി മാറുക, CPM-ന് ഗുണം ചെയ്യുക എന്ന വിലയിരുത്തൽ CPM-ൽ തന്നെയുണ്ട്. പ്രത്യേകിച്ചും CPM-ലെ ചില യുവ നേതാക്കളും അതുപോലെ മഹിളാ സംഘടനയും ഒക്കെ ആ നിലപാട് പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ രാജിക്ക് പാർട്ടിക്കുള്ളിലും സമ്മർദ്ദം ഏറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ മുകേഷ് രാജിവെക്കണമെന്ന് CPM നേതൃത്വം പരസ്യമായി ആവശ്യപ്പെട്ടില്ലെങ്കിലും മുകേഷ് രാജിവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നാളത്തെയും മറ്റന്നാളത്തെയും CPM-ന്റെ നേതൃത്വങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. CPI-യുടെ നിലപാട്, കടുത്ത നിലപാട് ഈ വിഷയത്തിൽ വരുമോ എന്നത് കണ്ടറിയണം. പ്രതിപക്ഷം ഏതായാലും ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുകേഷ് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇനി പ്രതിപക്ഷവും ആ ഒരു നിലപാടിലേക്കായിരിക്കില്ല പോകുക. മുകേഷിന്റെ അതാണല്ലോ അരുണ്, ഇതിലിപ്പോൾ ഈ ആക്ഷൻ ഓൺ ഹേമ കമ്മിറ്റി എന്ന തരത്തിലുള്ള ഒരു ശക്തമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നുണ്ട്. അരുൺ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റി നിർത്തണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ പോലും MLA സ്ഥാനത്ത് തുടരുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായം അല്ലെങ്കിൽ കുറച്ചുകൂടി മൃദുവായ സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. ഇതിപ്പോൾ ഇടതുപക്ഷത്തിന് തന്നെ മുഖം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെയാണ് വലിയ തോതിൽ വിമർശനം നേരിടുന്നത്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്നു. രഞ്ജിത്ത് തന്നെ ഒരു ചലച്ചിത്ര മേളയുടെ സമാപന ചടങ്ങിൽ ചിലർ കൂവിയപ്പോൾ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയൊന്നും കൂവി തോൽപ്പിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ SFIയിൽ തുടങ്ങിയതാണ് എന്നൊക്കെ ആയിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴിതാ ഈ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് കൂടി രംഗത്തെത്തുന്നു. ഇത് ഒരു വൈകൃതം എന്ന് തന്നെ കാണേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ഒരു പരിധിവരെയൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നുവെങ്കിലും തുറന്നു പറയാൻ ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിസന്ധി. അത് മാറിയിരിക്കുന്നു. കൂടുതൽ താരങ്ങൾക്ക് നേരെ, കൂടുതൽ ഇടത് ചിന്താഗതിയുള്ള സിനിമാ പ്രവർത്തകർക്ക് നേരെയൊക്കെ അതിരൂക്ഷമായ വിമർശനങ്ങൾ, വെളിപ്പെടുത്തലുകളുമായാണ് ഈ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആകെ മൊത്തം സർക്കാർ പ്രതിസന്ധിയിലാകുന്നു, ഇടതുപക്ഷം പ്രതിസന്ധിയിലാകുന്നു. അതിനിടെ ഈ സംരക്ഷണം കൂടി ഒരുക്കിയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു തോന്നൽ പാർട്ടിക്കുണ്ടാകാനുള്ള സാധ്യതയുമില്ലേ? തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ CPM കരുതുന്നത്. കാരണം അത്തരമൊരു നിലപാട്, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിലൊക്കെ CPM-ന്റെ പ്രഖ്യാപന നിലപാട് നമുക്ക് അറിയാവുന്നതാണ്. പലപ്പോഴും അതിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രാവർത്തിക തലത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമെങ്കിലും CPM അത്തരം വിഷയങ്ങൾ എടുക്കുന്ന നിലപാടുകൾ വളരെ ശ്രദ്ധേയമാണ്. ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന നിലപാടുകളാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഇത്തരത്തിൽ തങ്ങളുടെ ഒരു MLA ഈ രീതിയിൽ ലൈംഗിക പീഡന പരാതി എന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ അതിനപ്പുറത്തേക്ക് ബലാത്സംഗം, അധികാരം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരവധി സ്ത്രീകളെ, പെൺകുട്ടികളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തയാളാണ് CPM-ന്റെ MLA, കൊല്ലം MLA എന്ന ആരോപണം CPM-നെ തിരിഞ്ഞു കൊത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ. മാത്രമല്ല രഞ്ജിത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ കുറെ നാളുകളായി CPM-ന്റെ ചർച്ചകൾ പ്രധാനമായും അത് സമ്മേളനങ്ങളിലാകട്ടെ അല്ലെങ്കിൽ തെറ്റുതിരുത്തൽ രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാകട്ടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിമർശനം, അധികാരം വരുമ്പോൾ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർ സ്വയം ഇടതുപക്ഷ മേലങ്കി അണിയുന്നു. CPM-ആയവർ സ്വയം സ്ഥിരീകരിക്കുന്നു. അവർ ചെയ്യുന്ന CPM-നോടും CPM-ന്റെ അധികാര സ്ഥാനങ്ങളോടും ചേർന്ന് നിൽക്കുന്നു. അവരുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് എന്ന ആരോപണങ്ങൾ, വിമർശനങ്ങൾ CPM തന്നെ ഉയർന്നു വരുന്നതാണ്. രഞ്ജിത്ത് അത്തരം ആളുകളുടെ കൂട്ടത്തിൽ പെടുത്താവുന്നയാളെന്ന വിമർശനം ചില നേതാക്കൾക്ക് തന്നെയുണ്ട്. മുകേഷിന്റെ കാര്യത്തിലാകട്ടെ, മുകേഷും CPM-നെ ഏറ്റവും ഉറച്ച വിജയപ്രതീക്ഷയുള്ള അല്ലെങ്കിൽ അത്രയധികം സംഘടനാ സംവിധാനമുള്ള ഒരു ജില്ലയാണ് കൊല്ലം. CPM-ന് അനായാസം ജയിച്ചു വരാൻ കഴിയുന്ന ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു. അവിടെയാണ് CPM-മായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ ഒരു സിനിമാ താരം എന്ന ഇമേജ് ഉള്ളത് കൊണ്ട് മാത്രം ഒരുപക്ഷെ ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ പരീക്ഷിക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷെ കൊല്ലത്ത് CPM-ന് അത്തരമൊരു ആവശ്യമില്ല. PK ഗുരുദാസൻ ആയിരുന്നു അവിടുത്തെ അതിനു മുമ്പുള്ള MLA. അദ്ദേഹം തന്നെ കഴിഞ്ഞ ഈ തെറ്റുതിരുത്തൽ രേഖയുടെ ചർച്ചയുടെ അവസരത്തിൽ കൊല്ലത്തെ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം പറഞ്ഞത്, എന്തിനായിരുന്നു മുകേഷിനെ, എവിടെ നിന്നാണ്, ആരാണ് അയാൾ, എന്തിനാണ് അയാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്? കാരണം മുകേഷിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാലും അദ്ദേഹം CPI നേതാവായിരുന്ന O മാധവന്റെ മകനാണ്. CPM-മായി നേരിട്ട് ബന്ധമുള്ള ആളല്ല. അങ്ങനെ ഒരാളെ എന്തിനുകൊണ്ട് മത്സരിപ്പിച്ചു എന്ന ചോദ്യം കൊല്ലത്തെ CPM-ൽ സജീവമായി ഉയർന്നതാണ്. പിന്നീട് പാർട്ടിയുമായി ചേർന്നു പോകുന്നില്ല, പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായാണ് പലപ്പോഴും സംസാരിക്കുന്നത്, ജനങ്ങളുമായി അടുപ്പമില്ല എന്നൊക്കെ വലിയ വിമർശനങ്ങൾ വരുമ്പോഴും രണ്ടാം ടേമും മുകേഷിനെ വച്ചുനീട്ടി CPM. അതും കൊല്ലം പോലൊരു സീറ്റിൽ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും മുകേഷ് വിജയിച്ചു വന്നു. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും മുകേഷിനെ CPM പരീക്ഷിക്കുന്നു. അത്തരത്തിൽ എന്തിനാണ് മുകേഷിനോട് ഇത്രയധികം ഒരു അനുഭാവപൂർണമായ അല്ലെങ്കിൽ ഇത്രയധികം അവസരങ്ങൾ മുകേഷ് നൽകുന്നു എന്ന വിമർശനം CPM-ൽ ശക്തമാണ്. ഇനി അത് ഒന്നുകൂടി ശക്തമായി തന്നെ വിമർശനങ്ങളായി മാറും. മുകേഷിനെ എത്ര ദിവസം സംരക്ഷിക്കാൻ CPM-നാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്.
അത്ര എളുപ്പമല്ല MLA സ്ഥാനവും മുകേഷ് തുടരട്ടെ. 2 പ്രതിപക്ഷ MLA മാർ നേരത്തെ ഇത്തരം കേസുകൾ വന്നപ്പോൾ MLA സ്ഥാനത്ത് തുടർന്നു, അവർ രാജിവെച്ചില്ല. അതുകൊണ്ട് മുകേഷും തുടരട്ടെ എന്ന് പറഞ്ഞ് കൈകഴുകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല CPM നേതൃത്വത്തിന് ഇപ്പോഴുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ അതേപടി വിശ്വസിച്ചാൽ ആര് തെറ്റു ചെയ്താലും അവരെ ശിക്ഷിക്കും. അങ്ങനെ തെറ്റു ചെയ്തു എന്ന് ബോധ്യപ്പെട്ട ഒരാളെ എങ്ങനെ തങ്ങളുടെ നിയമസഭാ കക്ഷിയിൽ ഉൾപ്പെടുത്തും? എങ്ങനെ നിയമസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതേ ബെഞ്ചിൽ, ട്രഷറി ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് ഇത്തരം കേസിൽ പ്രതി തുടരും എന്ന വലിയ ചോദ്യങ്ങൾ CPM അലട്ടുന്നുണ്ട്. ഒക്ടോബറിൽ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ്. വലിയ പ്രശ്നങ്ങളാണ് CPM മുന്നിൽ സ്വാഭാവികമായും വരാൻ പോകുന്നത്. മുകേഷ് എന്ന ഈ സ്ത്രീപീഡന കേസിലെ പ്രതിയെ CPM-ന്റെ MLA ആയി തുടർന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് CPM-ന് അത്ര എളുപ്പമല്ല എന്നതാണ് ചുരുക്കം. അഭിലാഷ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തു വന്നതോടുകൂടി ആടിയുലഞ്ഞ സിനിമാ മേഖല സർക്കാരിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. നിരവധി താരങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. മണിയംപിള്ള രാജു, മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ കേസെടുക്കുമ്പോൾ മുകേഷിനെതിരായ വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പ് അടക്കം ആണ് ചുമത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജനപ്രതിനിധിയായ മുകേഷിന് ഇനി MLA സ്ഥാനത്ത് തുടരാനാകില്ല എന്ന ആവശ്യം ആണ്, അല്ലെങ്കിൽ മുകേഷിനെ പുറത്താക്കണം, മുകേഷ് രാജിവെക്കണം എന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ തോതിൽ ഉള്ള പ്രതിഷേധങ്ങളാണ് ഓരോ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുകേഷ് രാജിവെക്കണമെന്ന് CPI നേതാവ് ആനി രാജ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഇത്തരം വെളിപ്പെടുത്തലുകൾ സിനിമാ മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകൾ പുറം ലോകത്തോട്, കേരളത്തിലെ സമൂഹത്തോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു സത്യസന്ധവും നീതിപൂർവമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയും അതുപോലൊപ്പം തന്നെ ഇത്തരം ഒരു ആരോപണം വന്നാൽ ആ സ്ഥാനത്ത് തുടരാൻ ഇടതുപക്ഷത്തിന്റെ ഒരു MLA എന്ന നിലയിൽ തുടരരുത് എന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെട്ട പ്രത്യേകമായ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് പറഞ്ഞത്. ഇന്ന് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിലൂടെ നമുക്ക് മുകേഷിനോട് വ്യക്തിപരമായോ രാഷ്ട്രീയമായോ യാതൊരു വിരോധവും ഇല്ല. അതിന്റെ അടിസ്ഥാനത്തിലല്ല അത്തരമൊരു പ്രതികരണം, അത്തരമൊരു ആവശ്യം നടത്തുക എന്നുള്ളത് അത് അവർക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെടുമെന്നാണ് കരുതുന്നത്. എന്തുതന്നെയായാലും ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിമിഷം പോലും MLA എന്ന പദവിയിൽ തുടരാൻ ധാർമ്മികമായും നിയമം പവർ ആൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആ പൊസിഷനിൽ തുടരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കണമെന്നാണ് അതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുകയാണ് ആവശ്യം. ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വനിതാ നേതാക്കളുടെ പ്രതികരണം പോലും ഇത്തരത്തിലാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ പ്രകാരമാണെങ്കിൽ 2022 ഉൾപ്പെടെയൊക്കെ ഇവർ തമ്മിലൊക്കെ ഉള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പരാതിയുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ ആണ് ഉയരുന്നത്. നടൻ എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലുമൊക്കെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അംഗീകരിക്കാവുന്ന പ്രവൃത്തികൾ അല്ല എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മുകേഷ് ഇനി തുടരാൻ അർഹനല്ല എന്ന അഭിപ്രായം ഇടത് പാളയത്തിൽ നിന്നുകൂടി ശക്തമാകുന്നത്. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, ഇതിലിപ്പോൾ ഈ ഏറ്റവും അധികം പരാതികൾ ഉയർന്നിട്ടുള്ളത് എറണാകുളം മേഖലയിൽ നിന്നാണ്. ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തിയാൽ പോലും അതെല്ലാം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. നിലവിൽ ഏതൊക്കെ നടന്മാർക്ക് അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്ക് നേരെയാണ് പ്രധാനമായും പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത്? ആർക്കൊക്കെ എതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്? അഭിലാഷ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന ആക്ഷേപങ്ങളിൽ ഇതിൽ പ്രധാനപ്പെട്ടത് കൊച്ചിയിലെ യുവനടി നൽകിയിട്ടുള്ള പരാതികളാണ്. 7 പരാതികൾ ഇവർ നൽകിയിട്ടുണ്ട്. അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒപ്പമാണ് ഈ പരാതികൾ നൽകിയിട്ടുള്ളത്. ഇതിൽ 7ലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് തിരുവനന്തപുരത്ത് ആണ് എടുത്തിട്ടുള്ളതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മറ്റ് പരാതികളെല്ലാം തന്നെയും ഇവിടെ കൊച്ചിയിലെ സ്റ്റേഷനുകളിലാണ്
നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് അറിയുന്നത്. അതിൽ മണിയൻപിള്ള രാജുവിനെതിരെയുള്ള പരാതി ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെയാണ് മറ്റുള്ളവർക്കെതിരെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇടവേള ബാബുവിനെതിരെ സെൻട്രൽ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. നടൻ മുകേഷ് MLA കൂടിയ മുകേഷിനെതിരെ കേസെടുത്തിട്ടുള്ളത് മരട് പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് VA ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന അഭിഭാഷകൻ, അദ്ദേഹം കോൺഗ്രസ് അനുകൂല അഭിഭാഷക സംഘടനയുടെ ഭാരവാഹി കൂടിയാണ്. അദ്ദേഹത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേഷനാണ് അദ്ദേഹത്തിനെതിരെയും കേസെടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെ എല്ലാം തന്നെ ബലാത്സംഗ കുറ്റവും ചുമത്തിയാണ് കേസ് എടുത്തിട്ടുള്ളതെന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. മറ്റുള്ളവർ 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾക്കെതിരെയാണ് കേസ് വന്നിട്ടുള്ളത്. അത് എറണാകുളം റൂറൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വന്നിട്ടുള്ളത്. ഇവർക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടില്ല എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിലേക്ക് ചർച്ചയാവുന്ന ഈ കേസുകൾ എല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇന്നലെ നടിയുടെ ഫ്ളാറ്റിലെത്തി അവരിൽ നിന്ന് ഏതാണ്ട് 10 മണിക്കൂറിലധികം നീണ്ടുനിന്ന വിവരശേഖരണമാണ് നടത്തിയത്. മൊഴിയെടുപ്പ് 10 മണിക്കൂറിലധികം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് നീണ്ടു നിന്നിരുന്നു. വിശദമായി തന്നെയും അവർ ഈ 7 പേർക്കെതിരെയും പ്രത്യേകം പരാതികളാണ് അവർ ഉന്നയിച്ചിരുന്നത്. അതിൽ പ്രത്യേകം മൊഴി രേഖപ്പെടുത്തുന്നവരെല്ലാം തന്നെ ഡിജിറ്റൽ റെക്കോർഡും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തു. ഇന്നലെ തന്നെ രാത്രി തന്നെ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത് രാത്രി തന്നെയും ഇത് അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറുമെന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് തന്നെ വന്നിരിക്കുന്നു. ഇന്ന് രാവിലെയോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്ത വിവരമാണ് പുറത്തു വരുന്നത്. അത് നടപടികളിലേക്കടക്കം കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകും. ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുവാനുള്ള നീക്കങ്ങളടക്കം ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതുകൂടി ഉണ്ടാകും. അങ്ങനെ ഈ നടപടികളെല്ലാം വളരെ ശക്തമായിട്ട് തന്നെയും മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം നിലവിലുള്ളത്. എല്ലാ കേസുകളും ഏതാണ്ട് 18ഓളം പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഈ പരാതികളിലെല്ലാം തന്നെയും നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഈ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്ന പരാതികൾ അത് ക്രോഡീകരിക്കുന്നു. അതിനുശേഷം ഇവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും പിന്നീട് അത് അതാത് സ്റ്റേഷനുകളിലേക്ക് കൈമാറുന്ന രീതിയിലുമാണ് ഇപ്പോൾ നിലവിലെ ആദ്യഘട്ടത്തിൽ ആ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും അതിന്റെ ഒരു ആദ്യഘട്ട നടപടികളിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് വളരെ വേഗതയിൽ തന്നെ നടപടികളിലേക്കെല്ലാം തന്നെ കടന്നിരിക്കുന്നു. അഭിലാഷ്, വളരെ സുപ്രധാനമായ നടപടികളിലേക്ക് അടക്കം പോലീസ് സംഘം കടക്കുന്നു. പ്രത്യേകിച്ച് ഈ പരാതികൾ ഉന്നയിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ബലാത്സംഗ കുറ്റമടക്കം ആണ് ചുമത്തുന്നത്. ഇതിൽ ഡാനി ഒരു കാര്യം കൂടി, അതായത് മാധ്യമങ്ങളോടടക്കം ഈ നടികൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ അതിന് പരിമിതികളുണ്ട്. ചിലരൊക്കെ പേരുകൾ പറയുന്നുണ്ട്. ചിലർ നടന്ന സംഭവം എത്രത്തോളം ഗൗരവതരം എന്ന് കൃത്യമായി പറയുന്നില്ല. അവർക്ക് പ്രതിസന്ധി ഉണ്ടാകാം പൊതുസമൂഹത്തോട് പറയാൻ. പക്ഷേ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ജാമ്യമില്ലാ വകുപ്പടക്കം ചുമത്തണമെങ്കിൽ അത് അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ തന്നെ. അതായത് പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ ഇവർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾക്ക് അപ്പുറമാണ് യാഥാർത്ഥ്യമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഡാനി? തീർച്ചയായും അഭിലാഷ്, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മൾ കൊച്ചിയിലെ യുവനടി അവരുമായിട്ട് തിരിച്ചതേയുള്ളൂ. അപ്പോൾ ഇതിനു മുൻപും ഇവിടെ വന്ന് അവരോട് സംസാരിക്കുമ്പോഴും അവര് അപമാനിക്കപ്പെട്ടു എന്ന രീതിയിൽ അവർ അത്തരം കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് വലിയൊരു തുറന്നു പറച്ചിലേക്ക് അവർക്ക് എത്താൻ സ്വാഭാവികമാണ്. അത് അവരുടെ സാഹചര്യങ്ങളും എല്ലാം തന്നെ മനസ്സിലാക്കിയത്. കാരണം മാധ്യമങ്ങൾക്ക് മുന്നിലുമല്ല അത്തരം കാര്യങ്ങൾ പറയേണ്ടത്. പക്ഷേ അന്വേഷണ സംഘത്തോട് അവർ കൃത്യമായിട്ട് തന്നെ പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ FIR അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ബലാത്സംഗ കുറ്റം ഈ പറയുന്ന നടന്മാർക്കെതിരെ, അതോടൊപ്പം തന്നെ അഭിഭാഷകനും ഉൾപ്പെടുന്ന ഈ 5 പേർക്കെതിരെയും തന്നെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് തന്നെയും അവരത് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് എവിടെ വെച്ചാണ്, എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതെല്ലാം തന്നെ അവർ കൃത്യമായും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. ആ സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ ബലാത്സംഗ കുറ്റം കൂടി അവർക്ക് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ അവർ തന്നെ വളരെ മോശമായി തന്നോട് പെരുമാറുന്നു, ഇടപെടുന്നു എന്നുള്ള രീതിയിലെല്ലാം തന്നെയായിരുന്നു അവരൊരു ആരോപണമായി കൊണ്ടുവന്നതെങ്കിൽ അന്വേഷണ സംഘത്തോട് മുഴുവനായിട്ട് തന്നെ എന്താണ് സംഭവിച്ചത്, തനിക്ക് നേരിട്ട ദുരനുഭവം എന്താണ്, എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്, ഏത് സാഹചര്യത്തിലായിരുന്നു എന്നതെല്ലാം കൃത്യമായിട്ട് തന്നെ അന്വേഷണ സംഘത്തോട്, വനിതാ ഉദ്യോഗസ്ഥരാണ്, അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തോട് വളരെ വ്യക്തമായിട്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ നടന്മാർക്കെതിരെ, അഭിഭാഷകനെതിരെയും
ബലാത്സംഗ കുറ്റമടക്കം ചുമത്തുന്ന സാഹചര്യവും അതുതന്നെയാണ്. ഇത്തരം തുറന്നു പറച്ചിലുകൾ അന്വേഷണ സംഘം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇനിയും മറ്റു പലരിലേക്കും തന്നെ ഇക്കാര്യങ്ങളിലേക്ക് അന്വേഷണവുമായി എത്താനുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇനിയും ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടി ആത്മവിശ്വാസം പകരുക, തീർച്ചയായും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഇപ്പോഴുള്ള നിലവിലെ അന്വേഷണ സാഹചര്യം മാറ്റിയെടുക്കേണ്ട ഒരു ചുമതല കൂടി, അങ്ങനെ ഒരു ദൗത്യം കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്ന രീതിയിലാണ്. അതുകൊണ്ട് അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ കേൾക്കുക എന്നത് തന്നെയാണ്. അല്പം മുമ്പ് ഈ നടി നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും അവർ പറഞ്ഞത് ഇവർ പകരുന്ന ആത്മവിശ്വാസം ചെറുതല്ല, കൂടുതൽ കാര്യങ്ങൾ അവരോട് പറയാനായിട്ട് സാഹചര്യമുണ്ടാകും, അവരോട് ബോധ്യപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് അവർ കൂടി വെളിപ്പെടുത്തുന്നവർ ഇനി ആരെങ്കിലും ഇതുമായി മുന്നോട്ട് ബന്ധപ്പെട്ട് വരാനുണ്ടെങ്കിൽ അവർക്ക് കൂടി അതിനുള്ളൊരു ധൈര്യം കിട്ടട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് അന്വേഷണ സംഘവും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ അന്വേഷണ സംഘത്തോട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ബലാത്സംഗ കുറ്റമടക്കം ഇവർക്കെതിരെ ചുമത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് ആ സാഹചര്യത്തിലാണ്. അഭിലാഷ്, വെളിപ്പെടുത്തലുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ താരങ്ങളുടെ പ്രതികരണങ്ങൾ ലഭിക്കുന്നു. ഇപ്പോൾ ബിജു പപ്പന്റെ പ്രതികരണം തേടുന്നുണ്ട് വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന്. ആ പ്രതികരണത്തിലേക്ക്. ഭാരവാഹികള് ഒന്നിച്ച് രാജിവെച്ചതിന് എത്ര അഭിപ്രായമുണ്ട്, അത് നല്ലതെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇതൊരു സംഘടനാ സംവിധാനത്തിന്റെ അകത്തുള്ള നേതൃത്വ നിര ഒന്നിച്ചിറങ്ങിപ്പോകുമ്പോൾ ഈ സംഘടനയ്ക്ക് ഒരു പരാജയം സംഭവിച്ച പോലുള്ള ഒരു ഫീൽ ആളുകളുടെ ഇടയിൽ വരും. ലാലേട്ടനും മമ്മൂക്കയെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് വർഷങ്ങളായി ഈ സംഘടനയെ നിലനിർത്തുന്നത്. ഇന്നസെന്റ് ഏട്ടന്റെ മരണത്തിന് ശേഷം ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ നേതൃത്വ നിരയിലില്ലെങ്കിൽ ഈ ബാക്കി അഭിപ്രായങ്ങൾ പറയുന്നവരെല്ലാം ഒരു സംഘടനാ സംവിധാനം മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ ഉള്ള ഇപ്പം 502 അംഗങ്ങളുണ്ട്. ഈ 502 അംഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശേഷിയുള്ള ഒരാളാണ് ഇതിൻ്റെ തലപ്പത്ത് വരേണ്ടത്. അപ്പോൾ അതിന് ശേഷി ഉള്ളതുകൊണ്ടാണ് എതിരില്ലാതെ ലാലേട്ടൻ ജയിച്ചത്. അപ്പോൾ ലാലേട്ടനൊരു മത്സരമില്ല, മമ്മൂക്കയ്ക്കൊരു മത്സരമില്ല, ഇന്നസെന്റ് ഏട്ടനൊരു മത്സരമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടന് മാനസികമായിട്ട് ഒരു കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം 40-45-50 വർഷം ലൈവായി നിൽക്കണമെങ്കിൽ ഒരു ദൈവ സാന്നിധ്യമുള്ള ഒരാളിന് മാത്രമേ ലൈവായി നിൽക്കാൻ പറ്റൂ. അതും ഭാഗ്യവും വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചു മനുഷ്യത്വമുള്ള ഒരാളാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടന് മാനസികമായി ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കും സ്ഥാനം ഒഴിഞ്ഞത്. പക്ഷെ സ്ഥാനം ഒഴിയുന്ന സമയത്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉത്തരവാദിത്തമുള്ള ഒരാളിന് തെരഞ്ഞെടുപ്പ് വരെ ബന്ധപ്പെട്ട് താരങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതകളുണ്ട്. താരങ്ങൾ എല്ലാവരും, അതായത് അമ്മ ഭാരവാഹികൾ എല്ലാവരും ഒരുമിച്ച് രാജിവെക്കേണ്ടതുണ്ടായിരുന്നില്ല എന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ ധാർമ്മികമായി തുടരുന്നത് ശരിയായിരുന്നില്ല എന്ന മറുപക്ഷവുമുണ്ട്. അത്തരം പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ പ്രധാനമായും MLA M മുകേഷ്, അദ്ദേഹം ജനപ്രതിനിധി കൂടിയായി തുടരുന്നത് ശരിയാണോ എന്ന ചോദ്യം ആണ് ഉയരുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ലഭ്യമാകുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ബലാത്സംഗ കേസിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതോടെ MLA ആയി തുടരാൻ മുകേഷിന് അർഹതയില്ല എന്ന ആവശ്യം ശക്തമാവുകയാണ്. ജനപ്രതിനിധിയായിരിക്കാൻ മുകേഷിന് യോഗ്യതയില്ല എന്ന് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കി. മുകേഷിനെതിരെയുള്ള കേസ് എടുത്തു എന്നുള്ളത് അത് സ്വാഭാവിക നടപടി, അതല്ലാതെ മറ്റു മാർഗമില്ല. പിന്നെ ഒരു കാരണവശാലും മുകേഷ് ഈ ജനപ്രതിനിധിയായിട്ട് ഇനി ഒരു നിമിഷം പോലും തുടർന്നുകൂടാ എന്നുള്ളതാണ് നമുക്ക് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. കാരണം അവിടെ തുടരെ ഇത്തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന കേരളത്തിലെ ആദ്യത്തെ ജനപ്രതിനിധിയാണത്. അപ്പോ ഇത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു. ഇത് മന്ത്രിസഭയിലെ ഒരംഗമായിട്ടുള്ള വീണ ജോർജിനോട് ഒരു സ്ത്രീ, ഒരു നടി, ഞാൻ അവരുടെ ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, അവര് പോലും എത്ര അപമാനകരമായിട്ടുള്ള, എത്ര സങ്കടകരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് ഈ മുകേഷിനെതിരെയുള്ള ഒരു ഇന്റർവ്യൂവിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മുകേഷ് തീർച്ചയായിട്ടും ശ്രമിച്ചത് CPM-ന്റെ പടച്ചട്ട അണിഞ്ഞുകൊണ്ട് ഇതിനകത്ത് രക്ഷപ്പെടാൻ നോക്കി. അതുപോലെ ബാലിശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരിയെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകൾ മുകേഷ് നൽകി. അതുപോലെ തന്നെ മുകേഷിന് ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. ഇതൊക്കെ ഒരു മുകേഷിന്റെ
ചില പൊതുന്യായങ്ങൾ മാത്രമായിരുന്നു എന്നത് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. ഇത് ഒരെണ്ണമല്ല, ഇനിയും തുടരെ വരാൻ പോകുന്നു. ഇതിനകത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് ഗവൺമെന്റ് മറച്ചു വെച്ചിരിക്കുന്ന കടലാസുകൾ 11 ഖണ്ഡികകൾ കൂടി പുറത്തുവിടണമെന്നുള്ള ആവശ്യം കൂടി ഞാനിപ്പോ രാവിലെ ന്യൂസ് 18 ഉന്നയിക്കുകയാണ്. കാരണം ആ ഖണ്ഡികകളിലും ഇവരുടെയൊക്കെ പേരുണ്ടോ എന്നുള്ള ബലമായ സംശയം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇഷ്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അധികാരമില്ലാത്തൊരു കാര്യം സർക്കാർ ചെയ്തിരിക്കുന്നത്. സർക്കാർ ആ പേജുകൾ കൂടി പുറത്തുവിടണം. അത്തരം വിമർശനങ്ങൾ കൂടി ശക്തമാകുന്നുണ്ട്. ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം എന്നത് മാത്രമാണ് നിർദ്ദേശം. പക്ഷേ ആരാണോ ആരോപണ വിധേയർ അവരുടെ പേരുകൾ ഉൾപ്പെടെയാണ് ഈ 11 ഖണ്ഡികകളിൽ വെട്ടിമാറ്റപ്പെട്ട ഖണ്ഡികകളിൽ ഉള്ളത് എന്ന ആക്ഷേപവും ശക്തമാകുന്നുണ്ട്. നേരത്തെ CPI നേതാവ് ആനി രാജിയുടെ പ്രതികരണം നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചതാണ്. എങ്കിൽ കൂടുതൽ CPI നേതാക്കൾ MLA സ്ഥാനം മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. CPI നേതാവ് പ്രകാശ് ബാബുവും ഈ ആവശ്യം ഉന്നയിക്കുന്നു. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി മുന്നണിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കാതെ മുകേഷ് ഉചിതമായ തീരുമാനം എടുക്കണമെന്നാണ് പ്രകാശ് ബാബു പറഞ്ഞത്. 376 വന്നിട്ട് കേസെടുത്ത ഒരു സാഹചര്യത്തിൽ പ്രശ്നത്തിൻ്റെ ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ട് മുകേഷ് ഗവൺമെൻറ്റിനെയും മുന്നണിയെയും ഒരു പ്രതിസന്ധിയിലാക്കാതെ ഒരു തീരുമാനം എടുക്കണം. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. രാജി എന്നുള്ളതാണോ സർ? അത് ഗവൺമെന്റിനെയും മുന്നണിയും പ്രതിസന്ധിയിലാക്കരുതെന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഈ കാര്യം മുന്നണി തലത്തിൽ ഒരു ചർച്ച ഉണ്ടാവുമോ സർ? അറിയില്ല, ഇപ്പോൾ കമ്മിറ്റികളൊന്നും ആയില്ല. ഇതാണ് കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനോടൊപ്പം ആണ് എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ നേരത്തെ ഉണ്ടായ പ്രതികരണം. പക്ഷേ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ആനി രാജിയും പ്രകാശ് ബാബുവും ഒക്കെ മുകേഷ് രാജിവെക്കണം എന്ന് തുറന്നു പറയുന്നത്. അപ്പോൾ പിന്നെ എന്തായിരിക്കും ഇനി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം എന്നതും വരും മണിക്കൂറുകളിൽ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നുണ്ട്. മുകേഷ് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം എന്ന് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും ആവശ്യപ്പെട്ടു. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇത്രയും മലീമസമായ രീതിയിൽ ഒരു ജനപ്രതിനിധിക്കെതിരെ നിരന്തര ആരോപണം വരുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനത്ത് തുടരുവാൻ മുകേഷിന് ധാർമ്മികമായി യാതൊരു അവകാശവുമില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുകേഷിനെതിരെ നിരന്തരം ആരോപണം ഉയർന്നു വന്നപ്പോഴും കേരളം ഭരിച്ച CPM സർക്കാർ അദ്ദേഹത്തെ ഇത്രയും കാലം കേസ് പോലും എടുക്കാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ അറിഞ്ഞാൽ അപ്പോൾ തന്നെ കേസെടുക്കണമെന്നുള്ള നിയമം അത് പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലായാലും ഭാരതീയ ന്യായ സംഹിതയിലായാലും പോക്സോ ആക്ട് പ്രകാരം കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ട്. എങ്കിലും നേരത്തെ മുകേഷിനെതിരെ പൊതുമണ്ഡലത്തിൽ വെളിപ്പെടുത്തൽ വന്നിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചത് മുകേഷിനെ സംരക്ഷിക്കാനാണ് എന്ന ഒരു വിശ്വാസം ആളുകളിൽ ഉള്ളപ്പോഴും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുവാനാണ് കേരളത്തിലെ ഗവൺമെന്റ് ശ്രമിച്ചത്. നമുക്കറിയാം, മുകേഷ് MLA സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഭരണകക്ഷി MLA എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം നേരിട്ടാൽ തീർച്ചയായും ആ അന്വേഷണം അട്ടിമറിക്കപ്പെടും. അത്രമേൽ കേരളത്തിലെ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന്, വിശേഷിച്ച് പിണറായി വിജയന് വേണ്ടപ്പെട്ടയാളാണ്. കൊല്ലത്തെ CPMും കൊല്ലത്തെ പൊതുജനങ്ങളും ഒരേ സ്വരത്തിൽ മുകേഷിന്റെ ചെയ്തികളിൽ അമർഷവും അപമാനവും ആയി നിൽക്കുമ്പോൾ കേരളത്തിലെ CPMന്റെ സംസ്ഥാന നേതൃത്വം ഇത്രത്തോളം എന്തിന് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ചോദ്യം കേരളത്തിൽ എല്ലായിടത്തും അലയടിക്കുകയാണ്. ഒരു കാരണവശാലും മുകേഷ് MLA സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അന്വേഷണം നടത്തിയാൽ അത് നിഷ്പക്ഷമായ അന്വേഷണമാകുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെക്കേണ്ടത് നാടിന് അനിവാര്യമാണ്. നിങ്ങൾക്ക് ആണ് CPIയും സർക്കാരും വരും മണിക്കൂറുകളിൽ മറുപടി നൽകേണ്ടി വരിക. ലൈംഗിക ആരോപണം നേരിടുന്ന സംവിധായകൻ VK പ്രകാശ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. പീഡന പരാതി നൽകിയ യുവതി ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെന്നാണ് ഹർജിയിൽ പറയുന്നത്. ഇക്കാര്യം വ്യക്തമാക്കി DGPക്കും അന്വേഷണ സംഘത്തിനും പരാതി നൽകിയിട്ടുണ്ട്. നിർമ്മാതാവ് ബാദുഷ നൽകിയ പരാതിയിലാണ് യുവതിക്കെതിരെ 2022 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഹർജിയിൽ പറയുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് ചോദ്യം ചെയ്ത് നൽകിയിട്ടുള്ള ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. നടി രഞ്ജിനി നൽകിയ ഹർജിയും നടനും സംവിധായകനുമായ സജിമോൻ പാറയും നൽകിയ അപ്പീലുമാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. സ്വകാര്യതയെ ബാധിക്കും എന്നതിനാൽ തൻ്റെ മൊഴി പുറത്തുവിടരുത് എന്നാണ് രഞ്ജിനിയുടെ ആവശ്യം.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ചോദ്യം ചെയ്യുന്നതാണ് സജിമോൻ പാറയിലിന്റെ ഹർജി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവന്നതിനാൽ ഹർജികൾ നിലനിൽക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെയും വിവരാവകാശ കമ്മീഷന്റെയും നിലപാട്. ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക ആരോപണങ്ങളിൽ ഉൾപ്പെട്ട KPCC നിയമസഹായ സെൽ ചെയർമാൻ VS ചന്ദ്രശേഖരൻ രാജിവെച്ചു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും ഒഴിഞ്ഞു. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് രാജിക്കത്തിൽ പറയുന്നു. രാജിക്കത്ത് KPCC പ്രസിഡന്റ് K സുധാകരന് കൈമാറി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. മുൻ MLA അനിൽ അക്കരെ നൽകിയ പരാതിയിലാണ് അന്വേഷണം. പരാതിയിൽ ഇന്ന് അനിൽ അക്കരയുടെ മൊഴി രേഖപ്പെടുത്തും. സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിൽ പ്രകോപിതനായാണ് തൃശൂർ രാമനിലയത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിയത്. അതേസമയം മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപിയും പരാതി നൽകിയിട്ടുണ്ട്. രാമനിലയം ഗസ്റ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകർ തന്റെ വഴി തടസ്സപ്പെടുത്തി എന്നാണ് പരാതി. സുരക്ഷ ഒരുക്കിയ ഗൺമാനെ തടഞ്ഞു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഒരു ഇടവേള കൂടി. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം ചേരും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം. പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പുനരധിവാസം വിശദ ചർച്ചകൾക്ക് ശേഷം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെ ലഭിച്ച സഹായങ്ങളും ഇനി വേണ്ട സൗകര്യങ്ങളും യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കും. ലോകോത്തര നിലവാരത്തിൽ പുനരധിവാസം ഉറപ്പാക്കുമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുകയാണ്. മറ്റന്നാൾ മടങ്ങുന്ന സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി അനുസരിച്ചായിരിക്കും കേന്ദ്ര സഹായം ലഭിക്കുക. ഭാഗികമായി തെരച്ചിലും തുടരുന്നുണ്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ കർണാടക സർക്കാർ പുനരാരംഭിക്കുന്നു. ഇന്ന് കാർവാറിൽ നിന്ന് ഇത് സംബന്ധിച്ച നിർണായക യോഗം ഉണ്ടാകും. കാർവാർ MLA സതീഷ് സെൽ, ജില്ലാ കളക്ടർ SP എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കണ്ടതിന് തൊട്ടുപിന്നാലെയാണ് അർജുന് വേണ്ടിയിട്ടുള്ള ഈ നടപടി. കാർവാറിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ വീണ്ടും ആരംഭിക്കാനാണ് ധാരണ. ഇതിനായി ചെലവ് വരുന്ന 1 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ വഹിക്കും. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആണ് മുന്നറിയിപ്പുള്ളത്. നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ഇന്ന് സൗരാഷ്ട്ര, കച്ച് തീരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന അതിതീവ്ര ന്യൂനമർദ്ദം അറബിക്കടലിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഏറ്റവും വലിയ